മുഖ്യമന്ത്രി മറ്റൊരു കാര്യം പറയുകയുണ്ടായി. അതും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അഞ്ചാമത്തെ ഇനമായിട്ട് വേണമെങ്കിൽ അത് എണ്ണാം. 2015 UDF സർക്കാർ ഒപ്പിട്ട വൈദ്യുതി കരാർ LDF സർക്കാരാണ് റദ്ദാക്കിയത്. അതാണ് ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി കാരണം. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് വസ്തുതക്ക് നിരക്കാത്ത കാര്യമാണെന്ന് മുൻപ് തന്നെ എല്ലാ തലങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ UDF സർക്കാർ ഒപ്പിട്ട കരാറിൽ ക്രമരഹിതമായ പല വിഷയങ്ങളും ഉയർന്നു വന്നിരുന്നു. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭ്യമായിക്കൊണ്ടാണ് ഈ കരാർ നടപ്പാക്കേണ്ടിയിരുന്നത്. അതിന് UDF സർക്കാർ തയ്യാറായില്ല. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട നിരക്കുകൾ തീരുമാനിക്കുന്നതിൽ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ LDF സർക്കാർ മുൻപാകെ വന്നതാണ്. പക്ഷേ ഞങ്ങളെടുത്ത നിലപാട് നേരത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയതാണ്. അതായത് ആ കരാറ് ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് റദ്ദാക്കിയാൽ ആ കരാറിൻ്റെ ഭാഗമായി ലഭ്യമാകുന്ന വൈദ്യുതി ഇല്ലാതെ വരും. അത് വലിയ പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാക്കും. അപ്പോൾ അത് തുടരട്ടെ എന്ന നിലപാടാണ് LDF എന്ന് സ്വീകരിച്ചത്. അതാണ് സർക്കാർ നിലപാടായി സ്വീകരിച്ചത്. ഇവിടെ വൈദ്യുതി കരാറിന് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയില്ലായിരുന്നു. ഈ അനുമതികൾ ലഭിക്കാതെ 2015 UDF സർക്കാർ കരാർ ഒപ്പിടുകയാണ് ചെയ്തത്. റെഗുലേറ്ററി കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അനുമതി വേണമായിരുന്നു. ടെൻഡർ ക്രമപ്രകാരമല്ല എന്ന നിലപാടാണ് റെഗുലേറ്ററി കമ്മീഷൻ ആവർത്തിച്ചത്. അപ്പോൾ വൈദ്യുതി ആവശ്യകതയുടെ പേരിൽ കരാറുമായി മുന്നോട്ട് പോകാനാണ് അന്ന് സംസ്ഥാനം തയ്യാറായത്. പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ അതിൽ നിയമപരമായ നിലപാട് സ്വീകരിച്ചു. ടെൻഡറിലെ അപാകത ചൂണ്ടിക്കാണിച്ച് 2015 കരാർ വന്നത്. 2016 മുതൽ LDF സർക്കാരാണ്. 2022 റെഗുലേറ്ററി കമ്മീഷൻ ഈ കരാർ റദ്ദാക്കുന്ന ഉത്തരവിട്ടു. 7 വർഷക്കാലമായി തുറന്നു പോകുന്ന കരാർ പെട്ടെന്ന് റദ്ദ് ചെയ്തുന്നത് വൈദ്യുതി ലഭ്യതയെ ബാധിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. അത്തരമൊരു സാഹചര്യം കേരളത്തിൽ സംജാതമായി. റെഗുലേറ്ററി കമ്മീഷൻ സ്വീകരിച്ച നിലപാടിനോട് സർക്കാരിന് യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അടിയന്തര സാഹചര്യം മുൻനിർത്തി പൊതു താൽപ്പര്യം കണക്കിലെടുത്ത് സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരം സെക്ഷൻ 108 ഓഫ് ദ ഇലക്ട്രിസിറ്റി ആക്ട് 2023 അത് ഉപയോഗിക്കാൻ സർക്കാർ തയ്യാറായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ പുനഃസ്ഥാപിക്കുന്നതിന് റെഗുലേറ്ററി കമ്മീഷന് സർക്കാർ നയപരമായ നിർദ്ദേശം നൽകി. ആ അധികാരം സർക്കാരിനുണ്ടായിരുന്നു. ആ അധികാരം LDF സർക്കാർ വിനിയോഗിച്ചു. അതനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷൻ കരാർ പുനഃസ്ഥാപിച്ചു. അപ്പോഴേക്ക് മറ്റൊരു പ്രശ്നം വന്നു.
വൈദ്യുതി നൽകുന്ന കമ്പനികൾ അപ്പലറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ നൽകി. അതിൻ്റെ ഭാഗമായി അപ്പലറ്റ് ട്രിബ്യൂണൽ കരാർ റദ്ദാക്കാനുള്ള തീരുമാനത്തെ ശരിവെച്ചു. ഇത്തരം നിലപാടുകൾ വന്നപ്പോൾ സർക്കാർ അവിടെ കൈകെട്ടിയിരിക്കുകയല്ല ചെയ്തത്. ആ നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ തയ്യാറായി. KSEBയും സുപ്രീം കോടതിയെ സമീപിച്ചു. ആ കേസിൽ ഇപ്പോഴും അന്തിമ വിധി വന്നിട്ടില്ല. ഇതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ കേസ്, സുപ്രീം കോടതിയിലുള്ള കേസ് വിചാരണ പൂർത്തീകരിക്കുന്നതിനായി അടിയന്തരമായി സർക്കാർ ഇടപെടുകയാണ് വേണ്ടത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനല്ല മുഖ്യമന്ത്രി തയ്യാറാകേണ്ടത്. ഈ ഗൗരവം കണക്കിലെടുത്ത് ഇത്തരമൊരു ഇടപെടൽ നടത്താനാണ് ശ്രദ്ധിക്കേണ്ടത്.